ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് കോഴ ആരോപണത്തിൽ തുടരന്വേഷണത്തിന് അനുമതി തേടി വിജിലൻസ്. ആരോപണ വിധേയനായ മുസ്ലിം ലീഗ് അംഗം ജാഫറിനെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് മുൻ MLA അനിൽ അക്കര. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ തീപിടുത്തം അന്വേഷിക്കാൻ NIAയും NIA കൊച്ചി യൂണിറ്റിൽ നിന്നുള്ള സംഘം സംഭവസ്ഥലം സന്ദർശിച്ച് പ്രാഥമിക വിവരങ്ങൾ ശേഖരിച്ചു. നേട്ടത്തിന്റെ നെറുകയിൽ ലൈഫ് മികച്ച ഭവന പദ്ധതിയെന്ന് നീതി ആയോഗ്. ഫെബ്രുവരിയിൽ 5 ലക്ഷം വീടുകളെന്ന ലക്ഷ്യത്തിലേക്ക് സർക്കാർ എത്തുമെന്ന് മന്ത്രി MB രാജേഷ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലേക്ക്. കലോത്സവ വേദികൾക്ക് താമരയുടെ പേര് ഒഴിവാക്കിയതിനെതിരെ BJP രംഗത്ത്. ഒരു വേദിക്ക് പോലും താമരയുടെ പേരിടാൻ ധൈര്യമില്ലാത്ത സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് BJP സംസ്ഥാന സെക്രട്ടറി MV ഗോപകുമാർ. തൃശൂരിൽ ആനക്കൊമ്പുകളായി പിടിയിലായ 2 പേരെ റിമാൻഡ് ചെയ്തു. രക്ഷപ്പെട്ട 3 പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി വനം വകുപ്പ്. പരുത്തിപ്രയിലും പാറമേൽപ്പടിയിലും മരത്തിന്റെ ശിഖരമൊടിഞ്ഞു വീണ് ഇരുചക്ര വാഹന യാത്രികർക്ക് പരിക്ക്. മുള്ളൂർക്കര സ്വദേശി ബാബുരാജ്, കണ്ണമ്പ്ര സ്വദേശി സുകേഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഞാൻ റിയ. വാർത്തകൾ വിശദമായി. വടക്കാഞ്ചേരി കോഴ ആരോപണത്തിൽ തുടരന്വേഷണത്തിന് വിജിലൻസ് അനുമതി തേടി. വിജിലൻസ് ഡയറക്ടറാണ് വിഷയത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത്. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ലീഗ് സ്വതന്ത്രനായ EU ജാഫറിന് 50 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തുവെന്നാണ് പരാതി. മുൻ MLA അനിൽ അക്കരയാണ് പരാതിക്കാരൻ. തുടരന്വേഷണം വേണമെന്നാണ് പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം വിജിലൻസ് നൽകിയ റിപ്പോർട്ട്. തൃശൂർ വിജിലൻസ് യൂണിറ്റാണ് കേസെടുത്ത് തുടരന്വേഷണത്തിന് അനുമതി തേടിയത്. തൃശൂർ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കൂറുമാറി വോട്ട് ചെയ്യാൻ CPM 50 ലക്ഷം വാഗ്ദാനം ചെയ്തുവെന്ന ലീഗ് സ്വതന്ത്രൻ ജാഫറിന്റെ ശബ്ദരേഖ നേരത്തെ പുറത്തുവന്നിരുന്നു. വിവാദങ്ങളെ തുടർന്ന് ജാഫർ രാജിവെച്ചിരുന്നു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കോഴ വിവാദത്തിൽ വിജിലൻസ് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണമെന്ന് KPCC ജനറൽ സെക്രട്ടറി അനിൽ അക്കര ആവശ്യപ്പെട്ടു. വിജിലൻസിന്റെ അടിയന്തര അന്വേഷണത്തിൽ കോഴ കൊടുത്തെന്നും വാങ്ങിയെന്നും വ്യക്തമായ സ്ഥിതിക്ക് മുസ്ലിം ലീഗ് അംഗം ജാഫറിനെ 1-ാം പ്രതിയാക്കി ഉടൻ അറസ്റ്റ് ചെയ്യണം. കൂടാതെ ഇതിന്റെ ആസൂത്രകരായ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബസന്തലാൽ, MLA സേവ്യർ ചിറ്റിലപ്പള്ളി എന്നിവരെയും കേസിൽ പ്രതി ചേർക്കണമെന്നുമാണ് പരാതിക്കാരൻ കൂടിയായ അനിൽ അക്കരയുടെ ആവശ്യം. ഇതിന് സർക്കാർ അനുമതി നൽകേണ്ടതുണ്ട്. CPM നേതൃത്വം നൽകുന്ന എരുമപ്പെട്ടി ചിറ്റണ്ടയിലെ സ്കൂൾ കേന്ദ്രീകരിച്ചാണ് ഇതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന മുഴുവൻ നടന്നത്. ഇതിൽ വിശദമായ അന്വേഷണം ആവശ്യമാണ്. കോഴ നൽകിയിട്ടില്ലെങ്കിൽ CPM ജില്ലാ സെക്രട്ടറിക്കും തങ്ങളുടെ ആവശ്യത്തിനൊപ്പം നിൽക്കാമെന്നും അനിൽ അക്കര പറഞ്ഞു. ഇനി ഈ കേസ് മുന്നോട്ട് പോകണമെങ്കിൽ പുതിയ വിജിലൻസിന്റെ അഴിമതി നിരോധന നിയമം അനുസരിച്ച് സംസ്ഥാന സർക്കാരിന്റെ അനുമതി ഉണ്ടായാൽ മാത്രമാണ് വിജിലൻസ് കേസുകൾ രജിസ്റ്റർ ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തരമായി ഒരു FIR ഇടുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ സംസ്ഥാന വിജിലൻസിന് അനുമതി കൊടുക്കണം. FIR രജിസ്റ്റർ ചെയ്ത് ജാഫർ മാഷെ 1-ാം പ്രതിയാക്കി കേസെടുത്ത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗൂഢാലോചനകൾ മുഴുവൻ നടന്നത് എരുമപ്പെട്ടി ചിറ്റണ്ട കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു സ്കൂളിലാണ്. അതിന് നേതൃത്വം കൊടുക്കുന്നത് CPM ആണ്. വടക്കാഞ്ചേരി മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ബസന്തലാൽ, അതുപോലെ തന്നെ വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പള്ളി, ഈ 2 പേരുമാണ് ഈ വടക്കാഞ്ചേരി കോഴയുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി നടത്തിയ ആളുകൾ 2 പേരുമാണ്. ഈ വിഷയത്തിൽ FIR ഇട്ട് അന്വേഷിക്കണം. CPM-നകത്ത് പങ്കില്ലെങ്കിൽ ഞങ്ങളുടെ ആവശ്യത്തിനെ കൂടി CPM-ന്റെ തൃശൂർ ജില്ലാ സെക്രട്ടറി പിന്തുണയ്ക്കുകയാണ് വേണ്ടത്. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ ഇരുചക്ര വാഹന പാർക്കിംഗ് കേന്ദ്രത്തിലെ തീപിടുത്തം NIAയും അന്വേഷിക്കുന്നു. NIA കൊച്ചി യൂണിറ്റിൽ നിന്നുള്ള സംഘം സംഭവസ്ഥലം സന്ദർശിച്ച് പോലീസ് ഫോറൻസിക് ഉദ്യോഗസ്ഥരിൽ നിന്ന് പ്രാഥമിക വിവരങ്ങൾ ശേഖരിച്ചു. സംഭവ സമയത്ത് പാർക്കിംഗ് ഏരിയയിൽ ജോലി ചെയ്തിരുന്ന കരാർ ജീവനക്കാരുടെ വിശദമായ മൊഴിയെടുത്തു. കഴിഞ്ഞ ഞായറാഴ്ച രാവിലെയാണ് തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിംഗ് കേന്ദ്രത്തിൽ തീപിടിച്ച് ഇരുചക്ര വാഹനങ്ങൾ കത്തിനശിച്ചത്.
തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പാർക്കിംഗ് കേന്ദ്രത്തിലെ ബൈക്കുകൾ കത്തിനശിച്ചവർക്ക് നഷ്ടപരിഹാരം ലഭിക്കുന്നതിന് സ്വീകരിക്കേണ്ട തുടർ നടപടികൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നതിന് ഞായറാഴ്ച വാഹനങ്ങൾ കത്തിനശിച്ചവരുടെ യോഗം ചേരും. വൈകിട്ട് 4-ന് തൃശൂർ ശക്തൻ നഗർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് എതിർവശത്തുള്ള ക്രൌൺ ടവർ ഹാളിലാണ് യോഗം ചേരുകയെന്ന് ടൂ വീലർ യൂസേഴ്സ് അസോസിയേഷൻ ചെയർമാൻ ജെയിംസ് മുട്ടിക്കൽ, സെക്രട്ടറി ഗോപകുമാർ എന്നിവർ അറിയിച്ചു. കേരളത്തിലെ ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിയെ രാജ്യത്തെ ഭവന പദ്ധതികളിൽ മികച്ചതായി നീതി ആയോഗ് തെരഞ്ഞെടുത്തുവെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ്. ഫെബ്രുവരിയോടെ ലൈഫ് പദ്ധതിയിൽ 5 ലക്ഷം വീടുകൾ പൂർത്തിയാകുമെന്നും എം ബി രാജേഷ് തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലൈഫ് ഭവന പദ്ധതി കഴിഞ്ഞ ദിവസം നീതി ആയോഗ് ഭവന നിർമ്മാണ പദ്ധതികളിൽ രാജ്യത്തെ ബെസ്റ്റ് പ്രാക്ടീസുകളിൽ ഒന്നായിട്ട് ലൈഫ് ഭവന പദ്ധതിയെ അംഗീകരിച്ചിരിക്കുകയാണ്. ഫെബ്രുവരിയിൽ ലൈഫ് ഭവന പദ്ധതിയിൽ 5 ലക്ഷം വീടുകൾ പൂർത്തീകരിക്കുക എന്ന നാഴികക്കല്ല് പിന്നിടും. മാത്രമല്ല, ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന തുക ലൈഫിലാണ് കൊടുക്കുന്നത്. അതുകൊണ്ടുകൂടിയാണ് നീതി ആയോഗ് ഇതിനെ ബെസ്റ്റ് പ്രാക്ടീസായിട്ട് തിരഞ്ഞെടുത്തത്. വടക്കാഞ്ചേരി ലൈഫ് പദ്ധതി പ്രതിസന്ധിയിലാക്കിയത് കോൺഗ്രസിന്റെ മുൻ MLA ആണ്. മുൻ MLA നൽകിയ പരാതി മൂലമുണ്ടായ നിയമക്കുരുക്കാണ് പദ്ധതി സ്തംഭിപ്പിച്ചത്. നിയമപരമായി പ്രശ്നം പരിഹരിച്ച് സംസ്ഥാന സർക്കാർ പദ്ധതി നടപ്പാക്കുക തന്നെ ചെയ്യും. ലൈഫ് മിഷൻ പൂട്ടുമെന്ന UDF നയത്തിന്റെ ദുരന്ത സ്മാരകമാണ് വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പദ്ധതി. വടക്കാഞ്ചേരിയിലെ മുൻ UDF MLA ആണല്ലോ ആ നിയമക്കുരുക്കിലേക്ക് അതിനെ വലിച്ചിഴച്ചത്. ആ ഒറ്റ കാരണം കൊണ്ടല്ലേ അത് പൂർത്തിയാവാത്തത്. സർക്കാർ തീരുമാനമെടുത്തു. പക്ഷെ അപ്പോഴും ഈ നിയമക്കുരുക്ക് പരിഹരിച്ച ശേഷം മാത്രമേ, ഒരു പരാതിയെ തുടർന്നുണ്ടായിട്ടുള്ള നിയമക്കുരുക്കാണ്, അതുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റൂ. അതിനാവശ്യമായിട്ടുള്ള ഫണ്ട് അനുവദിക്കുന്നതിനും കണ്ടെത്തുന്നതിനും ഒന്നും പ്രശ്നമുള്ളതല്ല. അത് UDFന്റെ മുൻ MLA സൃഷ്ടിച്ച പ്രതിസന്ധി കൊണ്ട് മാത്രമാണ് വടക്കാഞ്ചേരിയിൽ ഇത് പൂർത്തിയാവാത്തത്. ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം ഇതുവരെ 6,547 വീടുകൾ നിർമ്മിക്കാൻ കരാർ നൽകിയതിൽ 4,07,676 വീടുകൾ നിർമ്മിച്ചു. 1,24,471 വീടുകൾ നിർമ്മാണം പുരോഗമിക്കുന്നു. ഫെബ്രുവരിയിൽ പദ്ധതിയിലൂടെ 5 ലക്ഷം വീടുകൾ സർക്കാർ പൂർത്തീകരിക്കും. രാജ്യത്തിന് തന്നെ മാതൃകയായി ലൈഫ് മിഷൻ മാറുമ്പോൾ പ്രതിപക്ഷം പ്രഖ്യാപിച്ച ഭവന നിർമ്മാണം വെറും പ്രഹസനമായി മാറി. കഴിഞ്ഞ ദിവസം വയനാട് വെച്ച് പ്രതിപക്ഷ നേതാവ് 30 സെക്കൻഡ് കൊണ്ട് 300 വീടുകളാണ് നിർമ്മിച്ചതെന്ന് MB രാജേഷ് പരിഹസിച്ചു. LDF ഗവൺമെന്റ് പറഞ്ഞത് ചെയ്യുന്നു. UDF ഒരു ഉത്തരവാദിത്വവുമില്ലാതെ പറഞ്ഞതിൽ നിന്ന് പിന്നാക്കം പോകുന്നു. ഇപ്പൊ എന്തെല്ലാം വാദങ്ങളാണ് വന്നത്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കണക്കൊക്കെ ക്ലിയറാണ്. 30 സെക്കൻഡേ അദ്ദേഹത്തിന് വേണ്ടി വന്നുള്ളൂ. എന്നാൽ KPCC പ്രസിഡന്റ് പറയുന്നത് ഒരു കട്ട് ഓഫ് ഡേറ്റും ഇല്ല വീടിന്. തെരഞ്ഞെടുപ്പിനെ കട്ട് ഓഫ് ഡേറ്റ് ഇല്ല. അപ്പൊ തെരഞ്ഞെടുപ്പ് മാത്രമാണ് അവരുടെ ലക്ഷ്യം എന്നാണ് അത് വ്യക്തമാക്കുന്നത്. കട്ട് ഓഫ് ഡേറ്റ് ഇല്ല. എത്ര ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള കയ്യൊഴിയലാണ് അദ്ദേഹം നടത്തുന്നത്. പ്രഖ്യാപിച്ച വാഗ്ദാനങ്ങളിൽ നിന്ന് ഉത്തരവാദിത്തമില്ലാതെ ഒഴിഞ്ഞു മാറാൻ UDF ശ്രമിക്കുമ്പോൾ പറഞ്ഞത് നടപ്പാക്കുകയാണ് ഇടതുപക്ഷ സർക്കാർ ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പിൽ ആരൊക്കെ മത്സരിക്കുമെന്നത് പാർട്ടിയാണ് തീരുമാനിക്കുക. 110 സീറ്റ് ലഭിക്കുമെന്ന മുഖ്യമന്ത്രിയുടെ ആത്മവിശ്വാസം ആശങ്കയാകുന്നത് UDFനും ചില മാധ്യമങ്ങൾക്കും മാത്രമാണ്. ഒരു വിഭാഗം മാധ്യമങ്ങൾ ഇടതുപക്ഷ സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളോട് പക്ഷപാതപരമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. ബീവറേജസ് കോർപ്പറേഷന്റെ പുതിയ ബ്രാൻഡിക്ക് പേര് നൽകാനുള്ള പരസ്യം നൽകിയത് സർക്കാർ അല്ലെന്നും മന്ത്രി വ്യക്തമാക്കി. TCV തൃശൂർ. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുക്കുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിനഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ, ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറൽ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ. ഇത് ലതിക പീസ് ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ. അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ 7th ആനിവേഴ്സറി പ്രമാണിച്ച് ഡിസംബർ 5 മുതൽ ജനുവരി 5 വരെ തൃശൂരിൽ വീണ്ടും ഓഫറുകളുടെ പൂരം കൊടിയേറുന്നു. അന്നത്തെ മാർക്കറ്റ് വിലയേക്കാൾ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് 1000 രൂപ അധികം നേടി സ്വർണം മാറ്റി വാങ്ങുവാനുള്ള ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറും. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തകളിലേക്ക്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലേക്ക്.
കലാമാമാങ്കത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മത്സരാർത്ഥികളുടെ പരിശീലനം സ്കൂളുകളിൽ പുരോഗമിക്കുകയാണ്. കുത്തടി കുത്തടി കുറുവമ്മ കുനിഞ്ച് കുത്തടി കുറുവമ്മ കുത്തടി കുത്തടി കുറുവമ്മ കുനിഞ്ച് കുത്തടി. നൃത്തച്ചുവടുകളും ആട്ടവും പാട്ടവും മേളവുമൊക്കെയായി കലോത്സവ വേദികളെ സജീവമാക്കാനുള്ള അവസാനഘട്ട റിഹേഴ്സലിലാണ് മത്സരാർത്ഥികളും അധ്യാപകരും. റവന്യൂ ജില്ലാ കലോത്സവത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച തൃശൂർ നഗരത്തിലെ കലാലയ മുത്തശ്ശിയായ സേക്രഡ് ഹാർട്ട് സ്കൂളിലെ കുട്ടികളും അധ്യാപകരും കലോത്സവത്തിന്റെ ആവേശത്തിലാണ്. സ്കൂളിലെ ഗ്രൂപ്പ് ഡാൻസ് സംഘം വിജയപ്രതീക്ഷയോടെയാണ് ഇത്തവണ മത്സരത്തിനിറങ്ങാൻ തയ്യാറെടുക്കുന്നത്. കോഴിക്കോട് സ്വദേശിയായ സാബു ജോർജിന്റെ ശിക്ഷണത്തിലാണ് വിദ്യാർത്ഥികൾ നൃത്തം പഠിക്കുന്നത്. സിസ്റ്റർ സോജി മരിയ, അധ്യാപകരായ സിജി ജോർജ്, സിജി ജോസ്, ബ്ലസ്സി എന്നിവരാണ് കുട്ടികളുടെ പരിശീലനത്തിന് ചുക്കാൻ പിടിക്കുന്നത്. റവന്യൂ ജില്ലാ കലോത്സവത്തിൽ ഇവരായിരുന്നു 1ാം സ്ഥാനം കരസ്ഥമാക്കിയത്. പളിയ നൃത്തത്തിലും കുട്ടികൾ വളരെ ആവേശപൂർവ്വമാണ് പരിശീലനം നടത്തിവരുന്നത്. ആതിര, ബിനീഷ് എന്നിവരാണ് കുട്ടികളെ പളിയ നൃത്തം പഠിപ്പിക്കുന്നത്. അധ്യാപകരായ സാൻസി കെ ജോസ്, നിഷ ഫ്രാൻസിസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശീലനം. 4 പാട്ടുകാരും 8 നൃത്ത സംഘവും അടങ്ങുന്നതാണ് പളിയ നൃത്തം. ഇടുക്കിയിലെ ആദിവാസികളുടെ തനത് കലാരൂപമാണിത്. റവന്യൂ ജില്ലാ കലോത്സവത്തിൽ പളിയ നൃത്തത്തിന് 1ാം സ്ഥാനം നേടിയ തങ്ങൾ സംസ്ഥാന കലോത്സവത്തിൽ എ ഗ്രേഡാണ് പ്രതീക്ഷിക്കുന്നതെന്ന് മത്സരാർത്ഥികൾ പറഞ്ഞു. ഞങ്ങളുടെ ബെസ്റ്റ് കൊടുക്കുന്നുണ്ട്. എല്ലാവരും അത്യാവശ്യം എഫേർട്ട് എടുത്ത് കളിച്ചിട്ടുള്ള പരിപാടിയാണ്. ടീച്ചേഴ്സ് ആയാലും സപ്പോർട്ടാണ്, സ്കൂളായാലും. ഇത് ട്രൈബൽ ഡാൻസ് ആണ്. ഇടുക്കി ജില്ലയിലെ പളിയ സമുദായക്കാർ കളിക്കണ ഡാൻസ് ആണ്. സംസ്ഥാന കലോത്സവത്തിൽ എ ഗ്രേഡ് എന്തായാലും ഉണ്ടായിരിക്കും. സാംസ്കാരിക നഗരിയെ കലാപൂരമാക്കുന്നതിനായുള്ള പരിശീലനത്തിന്റെ ആവേശത്തിലാണ് ജില്ലയിലെ സ്കൂളുകളിലെ കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും. കുത്തടി കുത്തടി കുറുവമ്മ കുനിഞ്ച് കുത്തടി കുറുവമ്മ കുത്തടി കുത്തടി കുറുവമ്മ കുനിഞ്ച് കുത്തടി കുറുവമ്മ കുത്തടി കുത്തടി കുറുവമ്മ കുനിഞ്ച് കുത്തടി കുറുവമ്മ കുത്തടി കുത്തടി കുറുവമ്മ കുനിഞ്ച് കുത്തടി കുറുവമ്മ. TCV ന്യൂസ്, തൃശൂർ. തൃശൂരിൽ നടക്കാനിരിക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവ വേദികൾക്ക് പുഷ്പങ്ങളുടെ പേര് നൽകിയപ്പോൾ താമരയെ ഒഴിവാക്കിയത് വിവാദമാകുന്നു. താമരയുടെ പേര് ഒരു വേദിക്ക് പോലും ഇടാൻ ധൈര്യമില്ലാത്ത സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് BJP സംസ്ഥാന സെക്രട്ടറി MV ഗോപകുമാർ പറഞ്ഞു. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദേശീയതയെ ഭയപ്പെടുന്ന സർക്കാരാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നതെന്നും നിലവിലെ തീരുമാനം അടിയന്തരമായി തിരുത്തണമെന്നും ഗോപകുമാർ പറഞ്ഞു. ഇടതുപക്ഷം എന്ന് പറയാൻ തന്നെ ദേശീയതയെ ഭയപ്പെടുന്ന ഒരു സർക്കാരാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും മനോഹരമായ ഒരു സ്കൂൾ കലോത്സവം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആ കുട്ടികളുടെ മനസ്സിൽ നിർമ്മലമായ ഹൃദയമുള്ള കുട്ടികളെ അവർക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു കലോത്സവത്തിൽ പോലും അവരുടെ ഈ ബാലിശമായിട്ടുള്ള നിലപാട്, അവരുടെ ഭയം, അതായത് ദേശീയ പുഷ്പമായിട്ടുള്ള താമരയെ, ആ താമരയുടെ പേര് പോലും ഒരു സ്റ്റേജിന് ഇടാൻ ധൈര്യമില്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയായി CPM-ഉം ഇവിടുത്തെ സർക്കാരും മാറുകയാണ്. തൃശൂർ നഗരത്തിൽ നിന്ന് ആനക്കൊമ്പുകളുമായി വനംവകുപ്പിന്റെ പിടിയിലായ 2 പേരെ കോടതി റിമാൻഡ് ചെയ്തു. ചാലക്കുടി മാരാങ്കോട് സ്വദേശികളായ വിധേയത്ത് വീട്ടിൽ ജിബിൻ, പൊന്നാരി വീട്ടിൽ ലിബിൻ എന്നിവരെയാണ് കോടതി റിമാൻഡ് ചെയ്തത്. കണ്ണൂർ ഇരിട്ടിയിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്ന ആനക്കൊമ്പുകളുമായി തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിക്ക് സമീപത്തുനിന്നാണ് വനംവകുപ്പ് ഇന്റലിജൻസ് സംഘം കഴിഞ്ഞ ദിവസം സംഘത്തെ പിടികൂടിയത്. സംഘത്തിലുണ്ടായിരുന്ന 5 പേരിൽ 3 പേർ ഓടി രക്ഷപ്പെട്ടു. പ്രതികൾ സഞ്ചരിച്ചിരുന്ന വാഹനം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. രക്ഷപ്പെട്ട പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി. പട്ടിക്കാട് റേഞ്ച് ഓഫീസർ AC പ്രജി, ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ M ഷാജഹാൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് കേസ് അന്വേഷിക്കുന്നത്. വടക്കാഞ്ചേരി പരുത്തിപ്രയ്ക്ക് സമീപം കൂറ്റൻ മാവിന്റെ ശിഖരം പൊട്ടിവീണ് ഇരുചക്രവാഹന യാത്രികന് പരിക്കേറ്റു. മുള്ളൂർക്കര സ്വദേശി എഴുത്തച്ഛൻ വളപ്പിൽ ബാബുരാജിനാണ് പരിക്കേറ്റത്. മുള്ളൂർക്കരയിൽ നിന്നും തൃശൂർ ഭാഗത്തേക്ക് ബുള്ളറ്റിൽ പോവുകയായിരുന്ന ബാബുരാജിന്റെ തലയിലേക്ക് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ മാവിന്റെ ശിഖരം ഒടിഞ്ഞു വീഴുകയായിരുന്നു. വീഴ്ചയുടെ ആഘാതത്തിൽ ഹെൽമറ്റ് പിളർന്ന് ഗുരുതരമായി പരിക്കേറ്റ ബാബുരാജിനെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വടക്കാഞ്ചേരിയിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് മരം മുറിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചത്. കൊണ്ടാഴി പാറമേൽപ്പടി പുതിയ റോഡിന് സമീപം പുളിമരത്തിന്റെ കൊമ്പ് ഒടിഞ്ഞു വീണ് ബൈക്ക് യാത്രികന് സാരമായി പരിക്കേറ്റു. കണ്ണമ്പ്ര സ്വദേശിയായ സുകേഷിനാണ് പരിക്കേറ്റത്. ഒറ്റപ്പാലം ഭാഗത്തേക്ക് ബൈക്കിൽ വരുന്നതിനിടെയാണ് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ പുളിമരം ഒടിഞ്ഞു വീണത്.
വാർഡ് അംഗം വിശ്വനാഥന്റെ നേതൃത്വത്തിലുള്ള നാട്ടുകാർ ചേർന്ന് സുകേഷിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കണമെന്ന് ആവശ്യപ്പെട്ട് പഞ്ചായത്തും പൊതുമരാമത്ത് വകുപ്പും പലതവണ വീട്ടുടമയ്ക്ക് കത്ത് നൽകിയിരുന്നുവെങ്കിലും നടപടിയുണ്ടായില്ലെന്ന് ആക്ഷേപമുണ്ട്. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിൽ അന്തരിച്ചു. 83 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് പൂനെയിൽ ആശുപത്രിയിലായിരുന്നു അന്ത്യം. സംസ്കാരം നടന്നു. പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതിയെക്കുറിച്ച് പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ധ സമിതിയുടെ അധ്യക്ഷനായിരുന്നു. പശ്ചിമഘട്ടത്തിലെ 129.037 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുടെ 3/4 ഭാഗവും പരിസ്ഥിതി ലോലമായി പ്രഖ്യാപിക്കണമെന്ന ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഏറെ വിവാദമായിരുന്നു. നാട്ടികയിൽ ദേശീയപാത നിർമ്മാണ കമ്പനിയുടെ ലോറിയിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്നയാൾ മരിച്ചു. നാട്ടിക 12 കല്ല് സ്വദേശി കുറുവത്ത് വീട്ടിൽ 69 വയസ്സുള്ള ദാസനാണ് മരിച്ചത്. കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി നാട്ടിക സെന്ററിൽ വെച്ചായിരുന്നു അപകടം. ഗുരുതരമായി പരിക്കേറ്റ ദാസൻ തൃശൂർ അശ്വനി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാമത് തൃശൂർ ഈസ്റ്റ് മേഖലാ സമ്മേളനം പട്ടിക്കാട് നടന്നു. സമ്മേളനത്തിന് തുടക്കം കുറിച്ച് മേഖലാ പ്രസിഡന്റ് MP തോമസ് പതാക ഉയർത്തി. പട്ടിക്കാട് ഹൈവേ പാലസ് ഇന്നിൽ നടന്ന 15ാമത് സമ്മേളനം COA സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാജ്മോഹൻ മാംബ്ര ഉദ്ഘാടനം ചെയ്തു. മികച്ച നേട്ടങ്ങൾ ഇതിനകം സംഘടനയ്ക്ക് കൈവരിക്കാനായിട്ടുണ്ടെന്നും പുതിയ മാറ്റങ്ങൾക്കായും പുതിയ പദ്ധതികൾക്കായും COA ഇനിയും മുന്നോട്ടു പോകേണ്ടതുണ്ടെന്നും രാജ്മോഹൻ മാംബ്ര പറഞ്ഞു. അസോസിയേഷന്റെ കീഴിൽ വളരെ ദീർഘവീക്ഷണത്തോടുകൂടി രൂപം നൽകിയ KCCL, KCBL, KVBL, സിഡ്കോ എന്നീ കമ്പനികൾ സംഘടനയ്ക്ക് മുതൽക്കൂട്ടാണെന്ന് സമ്മേളനം വിലയിരുത്തി. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃശൂർ കോർപ്പറേഷനിലേക്ക് മത്സരിച്ച് വിജയിച്ച COA മുൻ മേഖലാ സെക്രട്ടറിയും നിലവിൽ എക്സിക്യൂട്ടീവ് അംഗവുമായ K. ഗോപാലകൃഷ്ണനെ ചടങ്ങിൽ പൊന്നാടയും മൊമെന്റോയും നൽകി ആദരിച്ചു. സെന്റിനറി ചെയർമാൻ ആന്റോ വി മാത്യു സ്വാഗതം പറഞ്ഞ സമ്മേളനത്തിൽ COA മേഖലാ പ്രസിഡന്റ് MP തോമസ് അധ്യക്ഷത വഹിച്ചു. മേഖലാ സെക്രട്ടറി VK നൈബി, മേഖലാ ട്രഷറർ ജിയോ ജോൺസൺ, സെന്റിനറി ഡയറക്ടർ TP ഷിബു, COA ജില്ലാ സെക്രട്ടറി P. ആന്റണി, ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, സംസ്ഥാന കമ്മിറ്റി അംഗം VP ബിജു, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ജേക്കബ് ജെറോം, സെന്റിനറി MD ബീനാബി മേനോൻ തുടങ്ങിയവർ സംസാരിച്ചു. COA തൃശൂർ ഈസ്റ്റ് മേഖലാ പ്രസിഡന്റായി MP തോമസിനെയും വൈസ് പ്രസിഡന്റായി ML റപ്പായിയെയും സെക്രട്ടറിയായി VK നൈബിയെയും ജോയിന്റ് സെക്രട്ടറിയായി അനിൽകുമാറിനെയും ട്രഷററായി ജിയോ ജോൺസണെയും സമ്മേളനം തിരഞ്ഞെടുത്തു. ന്യൂസ് ഡെസ്ക് TCV. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പുതുക്കാട് മേഖലാ സമ്മേളനം ചിമ്മിനിയിൽ നടന്നു. COA സംസ്ഥാന സെക്രട്ടറിയും കേരള വിഷൻ ന്യൂസ് ചെയർമാനുമായ PSCB ഉദ്ഘാടനം നിർവഹിച്ചു. COA പുതുക്കാട് മേഖലാ പ്രസിഡന്റ് KI ഷീഫർ അധ്യക്ഷത വഹിച്ചു. KCCL ഡയറക്ടർ VP ബിജു, COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, സെക്രട്ടറി P. ആന്റണി, ട്രഷറർ CG ജോസ്, COA പുതുക്കാട് മേഖലാ വൈസ് പ്രസിഡന്റ് CR ബെന്നി, സെക്രട്ടറി AP റാഫേൽ, ട്രഷറർ VB രമേശ്, എക്സിക്യൂട്ടീവ് ജോബി മധുരക്കറി, മഹേഷ് മോഹൻ, ഇൻഫോനെക്സസ് കേബിൾ നെറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് ചെയർമാൻ ആന്റോ വി മാത്യു, ഒല്ലൂർ വിഷൻ കേബിൾ ചെയർമാൻ KJ ജോയി എന്നിവർ സംസാരിച്ചു. തുടർന്ന് 11-അംഗ മേഖലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും സമ്മേളനം തിരഞ്ഞെടുത്തു. പ്രസിഡന്റായി KI ഷീഫർ, വൈസ് പ്രസിഡന്റായി CR ബെന്നി, സെക്രട്ടറിയായി AP റാഫേൽ, ജോയിന്റ് സെക്രട്ടറി TD ബൈജു, ട്രഷററായി VB രമേശ്, എക്സിക്യൂട്ടീവ് അംഗങ്ങളായി R മോഹനകൃഷ്ണൻ, P. ഗോപകുമാർ,
മെജോ ജോണി, TP സിജോ, KS സന്തോഷ്, ML ജോബി എന്നിവരെയാണ് തിരഞ്ഞെടുത്തത്. തൃപ്രയാറിൽ നടക്കുന്ന ജില്ലാ സമ്മേളനത്തിനുള്ള പ്രതിനിധികളെയും തിരഞ്ഞെടുത്തു. TCV പുതുക്കാട്. ഉത്സവങ്ങൾ, പെരുന്നാളുകൾ, മറ്റ് ആഘോഷങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് ഉച്ചഭാഷിണികളും ലൈറ്റ് ആൻഡ് സൗണ്ട് സംവിധാനങ്ങളും പ്രവർത്തിപ്പിക്കുന്നത് സംബന്ധിച്ച് പോലീസ് കർശന നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. പുതിയ നിബന്ധനകൾ പ്രകാരം രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെ മാത്രമേ ഉച്ചഭാഷിണികൾ പ്രവർത്തിപ്പിക്കാൻ പാടുള്ളൂ. രാത്രി 10 മണിക്ക് ശേഷം മൈക്ക് പ്രവർത്തിപ്പിക്കുന്നത് കർശനമായി നിരോധിച്ചു. ആശുപത്രികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആരാധനാലയങ്ങൾ, കോടതികൾ, പൊതു ഓഫീസുകൾ, വന്യജീവി സങ്കേതങ്ങൾ എന്നിവയുടെ 100 മീറ്റർ ചുറ്റളവിൽ ഉച്ചഭാഷിണി പ്രവർത്തിപ്പിക്കുന്നത് പൂർണ്ണമായും വിലക്കി. കണ്ണിന് ഹാനികരമായ ലേസർ ലൈറ്റുകളുടെ ഉപയോഗവും നിരോധിച്ചിട്ടുണ്ട്. തൃശൂർ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തെരഞ്ഞെടുപ്പ് 12-ന് നടക്കും. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളെ കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുത്തിരുന്നു. ഡെപ്യൂട്ടി മേയർ അധ്യക്ഷനായ ധനകാര്യ കമ്മിറ്റി ഉൾപ്പെടെ 8 സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ് കോർപ്പറേഷനിൽ ഉള്ളത്. ഇതിൽ 4 സ്ഥാനങ്ങൾ വനിതകൾക്കാണ്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനങ്ങൾ ടേം വ്യവസ്ഥയിൽ നൽകാനാണ് കോൺഗ്രസിന്റെ നീക്കം. TR സന്തോഷ്, ജേക്കബ് പുലിക്കോട്ടിൽ, ഷീന ചന്ദ്രൻ, വത്സല ബാബുരാജ്, ശ്യാമള മുരളീധരൻ, അഡ്വക്കേറ്റ് വില്ലി ജിജോ എന്നിവരെയാണ് ചെയർമാൻ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. കേരള സീനിയർ സിറ്റിസൺസ് ഫോറം വാർഷികം മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. സീനിയർ സിറ്റിസൺ ഫോറം പ്രസിഡന്റ് ജില്ലാ പ്രസിഡന്റ് K. സേതുമാധവൻ അധ്യക്ഷനായി. ജില്ലാ വൈസ് പ്രസിഡന്റ് P. മുഹമ്മദ് ബാബു, CC ജോസ്, TR ബാലസുബ്രഹ്മണ്യൻ, പ്രൊഫസർ VA വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. പുരാവസ്തു വകുപ്പിന്റെ കീഴിലുള്ള ചിറമനേങ്ങാട് കുടക്കല്ല് പറമ്പിന്റെ പരിപാലനം മാസങ്ങളായി മുടങ്ങിക്കിടക്കുകയാണെന്ന് പരാതി. നിരവധി വിനോദസഞ്ചാരികളും പുരാവസ്തു പഠന വിദ്യാർത്ഥികളും സന്ദർശിക്കുന്ന സ്ഥലമാണ് കുടക്കല്ല് പറമ്പ്. ജില്ലയിലെ പ്രധാന പുരാവസ്തു വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് ചിറമനേങ്ങാട് കുടക്കല്ല് പറമ്പ്. എന്നാൽ ഇവിടെ മാസങ്ങളായി ഗാർഡനിംഗ് ഉൾപ്പെടെയുള്ള പരിപാലനം മുടങ്ങിയതായി നാട്ടുകാരും സന്ദർശകരും ആരോപിക്കുന്നു. വെള്ളം നനയില്ലാത്തതിനാൽ പുല്ലുകളും ചെടികളും ഉണങ്ങിയ അവസ്ഥയിലാണ്. പുല്ലുകളും ചെടികളും മരങ്ങളും വെട്ടി വൃത്തിയാക്കുന്നില്ലെന്നും പരാതിയുണ്ട്. പരിപാലനത്തിനായി 2 മാസം മുൻപ് ടെൻഡർ എടുത്ത കമ്പനി പിന്നീട് കുടക്കല്ലിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നും ആക്ഷേപമുണ്ട്. 4000 വർഷങ്ങൾക്ക് മുൻപ് അന്നു മരണപ്പെട്ട ഉന്നതകുലജാതരെ മൺകുടമെന്ന് നാം വിളിക്കുന്ന നന്നങ്ങാടിയിലാണ് അടക്കം ചെയ്തിരുന്നത്. അതിനു മുകളിൽ മണ്ണിട്ട് നികത്തി അടയാള സൂചകമായി ഉയരമുള്ള വെട്ടുകല്ലുകൾ കുത്തനെ നിർത്തി അതിനു മുകളിൽ ചെത്തിമിനുക്കിയ കുട പോലുള്ള കല്ലുകൾ വെച്ചാണ് കുടക്കല്ലുകൾ നിർമ്മിച്ചിട്ടുള്ളത്. ഈ പറമ്പിൽ മാത്രം 69 കുടക്കല്ലുകൾ നിലവിലുണ്ടെങ്കിലും അതിലിപ്പോൾ പൂർണ്ണ രൂപത്തിൽ നിലനിൽക്കുന്നത് 3-4 കുടക്കല്ലുകൾ മാത്രമാണ്. ഇതുകൂടാതെ തൊപ്പിക്കല്ലുകൾ, കൽവൃത്തങ്ങൾ, മോടിക്കല്ലുകൾ എന്നിവയ്ക്കടിയിലും മനുഷ്യരെ അടക്കം ചെയ്തിട്ടുണ്ട്. കേന്ദ്ര പുരാവസ്തു വകുപ്പിന്റെ കീഴിലുള്ള ഈ പറമ്പ് ചുറ്റുഭാഗവും കമ്പിവേലി കെട്ടി ഭദ്രമാക്കിയിട്ടുണ്ടെങ്കിലും പറമ്പിനകത്ത് തെരുവുനായ ശല്യമുള്ളതായും നാട്ടുകാർ പറയുന്നു. TCV ന്യൂസ്, എരുമപ്പെട്ടി. ചിറയൻകീഴ് ഡോക്ടർ G. ഗംഗാധരൻ നായർ സ്മാരക സമിതിയുടെ ഈ വർഷത്തെ പ്രൊഫസർ G. ശങ്കരപിള്ള സ്മാരക പുരസ്കാരം തിരുവനന്തപുരം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന രംഗപ്രഭാത് ലിറ്റിൽ തിയേറ്ററിന് സമർപ്പിച്ചു. സാഹിത്യ അക്കാദമിയിൽ നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും കേരള സാഹിത്യ അക്കാദമി മുൻ സെക്രട്ടറിയും പ്രഭാഷകനുമായ ഡോക്ടർ PV കൃഷ്ണൻ നായർ നിർവഹിച്ചു. രംഗപ്രഭാത് പ്രസിഡന്റ് KS ഗീത പുരസ്കാരം ഏറ്റുവാങ്ങി. സ്മാരക സമിതി ചെയർപേഴ്സൺ കാഞ്ചന G. നായർ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ MN രാജീവ്, ഡോക്ടർ KU കൃഷ്ണകുമാർ, ഡോക്ടർ മുരളി പുറനാട്ടുകര, രംഗചേതന പ്രസിഡന്റ് ET വർഗീസ്, പുരസ്കാരം ഏറ്റുവാങ്ങിയ KS ഗീത തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നാടക പ്രവർത്തകനായ KV ഗണേഷ് അവതരിപ്പിച്ച ഏകപാത്ര നാടകവും അരങ്ങേറി. പൌരസ്ത്യ കൽതായ സുറിയാനി സഭ മെത്രാപ്പൊലീത്ത മാർ ഔഗീൻ കുര്യാക്കോസ് തിരുമേനിയുടെ മെത്രാപ്പൊലീറ്റൻ പട്ടാഭിഷേകത്തിന്റെ 3ാം വാർഷികം പൌരോഹിത്യ ദിനമായി ആഘോഷിച്ചു. മാർ ഔഗീൻ കുര്യാക്കോസ് മെത്രാപ്പൊലീത്ത വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. വികാരി ജനറൽ ഫാദർ ജോസ് ജേക്കബ് വേങ്ങാശ്ശേരി, ഓണംപള്ളി മുഹമ്മദ് ഫൈസി, സ്വാമി നന്ദാത്മജാനന്ദ എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഇലക്ഷൻ ഡ്യൂട്ടിയെ തുടർന്ന് ബെൽസ് പാൾസി എന്ന അസുഖം ബാധിച്ച അധ്യാപകനെ ഇലക്ഷൻ കമ്മീഷൻ അവഗണിച്ചതായി പരാതി. ഗവർണർക്ക് പരാതി നൽകാനൊരുങ്ങി കുടുംബം. കവിയും ആലത്തൂർ പഴമ്പാലക്കോട് ഹൈസ്കൂളിലെ മലയാളം അധ്യാപകനുമായ
ഡോക്ടർ സംഗീത് രവീന്ദ്രനാണ് അധികൃതരുടെ അവഗണന നേരിടുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഫസ്റ്റ് പോളിംഗ് ഓഫീസറായിരുന്ന സംഗീത് പരിമിതമായ സാഹചര്യം മാത്രമുണ്ടായിരുന്ന ബൂത്തിന് പുറത്ത് കഴിയേണ്ടി വന്നപ്പോഴുണ്ടായ മഞ്ഞും കാറ്റുമേറ്റാണ് അസുഖബാധിതനായത്. രോഗാതുരനായ അവസ്ഥയിലും ജോലി നോക്കിയ സംഗീത് ചികിത്സയുടെ ഭാഗമായി കഴിഞ്ഞ 3 ആഴ്ചയായി വിശ്രമത്തിലാണ്. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കിടെ ഉണ്ടായ ആരോഗ്യ പ്രശ്നമായതിനാൽ പ്രത്യേക അവധിയും ചികിത്സാ ചെലവും അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഡിസംബർ 17-ന് തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുണ്ടായിരുന്ന ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിരുന്നു. എന്നാൽ ഇതുവരെയും മറുപടിയൊന്നും ലഭിച്ചില്ലെന്ന് സംഗീതിന്റെ ഭാര്യ അഞ്ജു പറയുന്നു. ഇലക്ഷൻ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ടാണ് ഈ അസുഖം ബാധിച്ചത്. അതിൽ പ്രൈവറ്റ് ആശുപത്രിയിലാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. ചികിത്സയുടെ ഭാഗമായിട്ട് തന്നെ ഇലക്ട്രിക് തെറാപ്പിയും ചെയ്യുന്നുണ്ട്. ഇതിന് ചിലവ് വളരെയധികം ഉണ്ടാകുന്നതുകൊണ്ട് അധികൃതരോട് ഇതിനെപ്പറ്റി നമ്മൾ പറഞ്ഞിട്ടും അവരുടെ ഭാഗത്തു നിന്നും ഒരു മറുപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. അവധിയുമായി ബന്ധപ്പെട്ട് കളക്ടർക്കും മറ്റ് അധികാരികൾക്കും നമ്മൾ പരാതി കൊടുത്തിട്ടും അവരുടെ ഭാഗത്തു നിന്ന് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. നമുക്ക് സ്പെഷ്യലായി അവധി എന്തെങ്കിലും അനുവദിച്ചു തരിക എന്നാണ് നമ്മുടെ ആവശ്യം. ഇനി ഇതിന് ഇതുവരെയായിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്നും മറുപടി ഒന്നും ഉണ്ടായില്ലെങ്കിൽ തുടർ നടപടികൾ സ്വീകരിക്കാനാണ് തീരുമാനിച്ച് മുന്നോട്ട് പോകുന്നത്. സംസ്ഥാന ജീവനക്കാർക്ക് ഇൻഷുറൻസ് പരിരക്ഷയുണ്ടെങ്കിലും ദിവസേന 1 മണിക്കൂർ മാത്രമുള്ള ഇലക്ട്രിക് തെറാപ്പി ആയതിനാൽ ഇൻഷുറൻസ് തുക ലഭിക്കുകയുമില്ല. സ്വകാര്യ മെഡിക്കൽ കോളേജിലെ ചികിത്സയായതിനാൽ സ്ഥാപന മേധാവിക്ക് പ്രത്യേക അവധി അനുവദിക്കാനാവാത്ത സ്ഥിതിയുമാണ്. TCV ചേലക്കര. നടത്തറ എലഞ്ഞിക്കുളത്ത് തലയിൽ പൽപ്പൊടി ചെപ്പ് കുടുങ്ങിയ നിലയിൽ കണ്ട പാമ്പിനെ രക്ഷപ്പെടുത്തി. പ്രബീഷ് എന്നയാളുടെ പറമ്പിലാണ് തലയിൽ ചെപ്പ് കുടുങ്ങിയ നിലയിൽ ചേരപ്പാമ്പിനെ കണ്ടത്. സമീപവാസികൾ വിവരം അറിയിച്ചതിനെ തുടർന്ന് വന്യജീവി സംരക്ഷകൻ ലിജോ എത്തി പാമ്പിനെ പിടികൂടി ചെപ്പ് ഊരിമാറ്റി. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 12,650 രൂപ, പവന് 1,01,200 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് കോഴ ആരോപണത്തിൽ തുടരന്വേഷണത്തിന് അനുമതി തേടി വിജിലൻസ്. ആരോപണ വിധേയനായ മുസ്ലിം ലീഗ് അംഗം ജാഫറിനെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് മുൻ MLA അനിൽ അക്കര. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ തീപിടുത്തം അന്വേഷിക്കാൻ NIA-യും NIA കൊച്ചി യൂണിറ്റിൽ നിന്നുള്ള സംഘം സംഭവസ്ഥലം സന്ദർശിച്ച് പ്രാഥമിക വിവരങ്ങൾ ശേഖരിച്ചു. നേട്ടത്തിന്റെ നെറുകയിൽ ലൈഫ് പദ്ധതി, ലൈഫ് മികച്ച ഭവന പദ്ധതിയെന്ന നീതി ആയോഗ്. ഫെബ്രുവരിയിൽ 5 ലക്ഷം വീടുകളെന്ന ലക്ഷ്യത്തിലേക്ക് സർക്കാർ എത്തുമെന്ന് മന്ത്രി MP രാജേഷ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലേക്ക്. കലോത്സവ വേദികൾക്ക് താമരയുടെ പേര് ഒഴിവാക്കിയതിനെതിരെ BJP രംഗത്ത്. ഒരു വേദിക്ക് പോലും താമരയുടെ പേരിടാൻ ധൈര്യമില്ലാത്ത സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് BJP സംസ്ഥാന സെക്രട്ടറി MP ഗോപകുമാർ. തൃശൂരിൽ ആനക്കൊമ്പുകളായി പിടിയിലായ 2 പേരെ റിമാൻഡ് ചെയ്തു. രക്ഷപ്പെട്ട 3 പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി വനംവകുപ്പ്. പരുത്തിപ്രയിലും പാറമേൽപ്പടിയിലും മരത്തിന്റെ ശിഖരമൊടിഞ്ഞു വീണ് ഇരുചക്ര വാഹന യാത്രികർക്ക് പരിക്ക്. മുള്ളൂർക്കര സ്വദേശി ബാബുരാജ്, കണ്ണമ്പ്ര സ്വദേശി സുകേഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.